കർണാടക അങ്കോളയിലുണ്ടായ മണ്ണിടിച്ചിലകപ്പെട്ട മലയാളിക്കായി തെരച്ചിൽ ഊർജിതം. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനാണ് അപകടത്തിൽപ്പെട്ടത്. തടികയറ്റി വരുന്ന ലോറി ഡ്രൈവറായിരുന്നു അർജുൻ. തെരച്ചിലിൽ കർണാടകയ്ക്ക് ഉദാസീനതയെന്നും കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി തെരച്ചിൽ വേഗത്തിലാക്കണമെന്നും ബന്ധുക്കളുടെ ആവശ്യം ഉണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ജോഷില ചേരുകയാണ് അങ്കോളയിൽ നിന്നും. ജോഷില, നിലവിൽ വലിയ തരത്തിലുള്ള ആശങ്കയാണ് മലയാളികൾക്കാകെ ഉള്ളത്. പ്രത്യേകിച്ച് ബന്ധുക്കൾ അവരുടെ ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ തെരച്ചിൽ പുരോഗമിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ഇന്നലെ തന്നെ നിരവധി വാർത്തകൾ വരുന്നുണ്ട്. ഈ ലോറി സ്റ്റാർട്ടായിരുന്നു, എൻജിൻ ഓണായിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ, മൊബൈൽ ഫോൺ റിങ് ചെയ്തിരുന്നു, മൊബൈൽ ഫോൺ എടുത്തിരുന്നു എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. സ്ഥിരീകരിക്കാൻ കഴിയുന്നതാണോ ഈ പുറത്തു വരുന്ന കാര്യങ്ങൾ? എങ്ങനെയാണ് അർജുൻ്റെ ഒരു സ്ഥിതിയെക്കുറിച്ച് അറിയാൻ കേരളീയർക്കാകെ ആകാംക്ഷയുണ്ട്. സിജു കണ്ണാടിപ്പറമ്പിലെ അർജുൻ്റെ വീട്ടിലാണുള്ളത്. കണ്ണാടിക്കലിലെ അർജുൻ്റെ വീട്ടിലാണുള്ളത്. അർജുൻ്റെ സഹോദരി ഞങ്ങളുടെ കൂടെയുണ്ട്. എന്താണ് സഹോദരിക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. എത്ര ദിവസമായി അർജുൻ ഇവിടെ നിന്ന് പോയിട്ട്? എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത്? അർജുൻ 8 ദിവസമായി പോയിട്ട്, മീൻസ് ലാസ്റ്റ് 8-ാം തീയതിയാണ് പോയത്. 16-ാം തീയതി രാത്രി ഇവിടെ എത്തേണ്ട ആളാണ്. 16-ാം തീയതി രാവിലെ ഈ സംഭവം 8:45-നാണ് ദേശീയപാതയിൽ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാവുന്നതും അവൻ്റെ GPS ലാസ്റ്റ് ലൊക്കേറ്റ് ചെയ്തതും ആ സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പം അതിനുശേഷം നമുക്ക് ആർക്കും അവനെ കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അന്ന് രാത്രിയോട് കൂടിയിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് അവൻ എന്തോ ട്രാപ്പിൽ പെട്ടിട്ടുണ്ട്, മണ്ണിൻ്റെ അടിയിലായി പോയിട്ടുണ്ട് എന്നുള്ളൊരു സത്യാവസ്ഥ അന്ന് 16-ാം തീയതി രാത്രിയാണ്. കാരണം നമുക്ക് ഇങ്ങോട്ടൊന്നും ഒരു ഇൻഫോർമേഷനും കിട്ടിയിട്ടില്ല. പക്ഷേ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഉച്ചയ്ക്ക് തന്നെ മിസ്സിങ്ങിന് അവർ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെയുള്ള അവരുടെ ഓണേഴ്സോ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, നമ്പറും കാര്യങ്ങളും. പിന്നീട് ഇവിടുന്ന് രാത്രി തന്നെ നമ്മുടെ ഇവിടുന്ന് ബ്രദേഴ്സും ഹസ്ബൻഡൊക്കെ പോയി. അവർ പിറ്റേ ദിവസം രാവിലെ മുതൽ അവിടെ കണ്ടിന്യൂസ് പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ FIR എടുക്കുന്നില്ല ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കാരണം FIR എടുക്കുന്നില്ല എന്നുള്ള കാരണം പ്രത്യേകിച്ച് അവിടെ അല്ല, വണ്ടി അവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ അവിടെ വേണ്ട, അത് കൺഫേം ആയതിനു ശേഷം കൺഫേം ആയിട്ട് അപ്പോൾ FIR എടുക്കുള്ളൂ. അവിടുത്തെ ഒരു നടപടി ഭയങ്കര പുവറാണ്, നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീട് ഇന്നലെ ഉച്ചയ്ക്കെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇനിയും 10 ദിവസത്തോളം മണ്ണ് നീക്കൽ, കാരണം ഈ ഒരു രീതിയിലാണ് റെസ്ക്യൂ നടക്കുന്നതെങ്കിൽ ഇനി 10 ദിവസത്തോളം മണ്ണെടുത്താലും അത്രയും മണ്ണ് ഇനിയുണ്ട്. അവർ ഗതാഗതം പുനരാരംഭിക്കുക എന്നുള്ളൊരൊറ്റ ലക്ഷ്യമാണ് അവിടുത്തെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. പിന്നീട് നമുക്ക് അവിടെ ഒരുപാട് പേര്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് പറയുന്നതും അവിടെ എന്തെങ്കിലും നടക്കണമെങ്കിൽ മിനിസ്ട്രി ലെവലിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും നടക്കുള്ളൂ. പിന്നെ ഈ ഒരു ഇപ്പോൾ നടക്കുന്ന ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ കൊണ്ട് അവിടെ നിന്നൊന്നും സംഭവിക്കാനില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് വേറെ നമ്മുടെ ഫോഴ്സിൻ്റെ എന്തെങ്കിലും സഹായം തേടാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. 72 മണിക്കൂർ ഓൾറെഡി കഴിഞ്ഞു. അവൻ ഇപ്പോഴും ജീവനോടുണ്ട്. ഞങ്ങൾക്ക് അത്രയും വിശ്വാസമുണ്ട്. കാരണം ഇന്ന് രാവിലെ അവൻ്റെ ഫോൺ ഫുൾ റിങ് ചെയ്തു. എൻ്റെ കസിൻ വിളിച്ചപ്പോൾ വീണ്ടും ഓഫായി. ഇന്നലെ രാത്രി വരെ അവൻ്റെ വണ്ടിയുടെ എൻജിൻ ഓണാണ്. വണ്ടി ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഭാരത് ബെൻസിൽ നിന്ന് കിട്ടിയ ലേറ്റസ്റ്റ് ന്യൂസ്. അതുപ്രകാരം എത്രയും പെട്ടെന്ന് റെസ്ക്യൂ നടത്താനും ഇത് ഗവൺമെൻറ് അതോറിറ്റീസ് മുഖേന എങ്ങനെയെങ്കിലും കാരണം അവിടെ രാത്രി റെസ്ക്യൂ നടക്കുന്നില്ലാത്തതിൻ്റെ റീസൺ പറഞ്ഞാൽ ലൈറ്റ് ഇല്ല എന്നാണ്. ഇതൊന്നും റീസൺ ആയിട്ട് നമുക്ക് പറയാൻ തന്നെ പറ്റില്ല. ഇതിപ്പോൾ കേരളത്തിലാണെങ്കിൽ ആളെ ജീവൻ എപ്പോഴോ രക്ഷപ്പെടുത്തി കഴിഞ്ഞു. 3 ദിവസമായി ഞങ്ങൾ അവരെ വിശ്വസിച്ച് പോയി. പിന്നെ വേറെ ഏതെങ്കിലും റൂട്ടിന് അവൻ പോയിട്ടുണ്ടോ എന്ന് വിശ്വസിച്ചിട്ടാണ് ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ അവർ പോയിട്ട് ആ റൂട്ടിലൊക്കെ പോയി. പിന്നെ അവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ അവരും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ആ രീതിയിലൊന്നും നമുക്കൊരു സഹായം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോഴും അവിടെ റെസ്ക്യൂ അതേമാതിരി തന്നെയാണ്, മറ്റൊരു പുരോഗതി അവിടെ നടന്നിട്ടില്ല. അന്ന് നടക്കുന്നത് പോലെ തന്നെ റെസ്ക്യൂ വളരെ സാവധാനത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഇപ്പം അവിടെ ഏതോ ഒരു PWDൻ്റെ ഒരു വണ്ടി വന്നിട്ടുണ്ട്, ഒരു പോലീസ് CIൻ്റെ വണ്ടിയും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് റെസ്ക്യൂ ഓപ്പറേഷൻസിൽ ഒരു സ്പീഡപ്പും അവിടെ കാണുന്നില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് 11 മണി, ഇനി കുറച്ച് മണിക്കൂറേ ഉള്ളൂ. വൈകിട്ടായി അവർ നിർത്തും. നമ്മളെ ഒരു ജീവൻ അതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. അത് എത്രയും പെട്ടെന്നൊന്ന് അത് ടേക്കപ്പ് ചെയ്യാനുള്ള നടപടി എടുക്കുക, വേറൊന്നും പറയാനില്ല. സിജു, ഇതാണ് അർജുൻ്റെ സഹോദരിയാണ് സംസാരിച്ചത്. ഇത്രയും മണിക്കൂറുകൾ കഴിയുന്നു, ഇപ്പോഴും അതിനുള്ളിൽ അർജുൻ ഉണ്ട് എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട്. ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ആ വണ്ടി അത്രയ്ക്കും സേഫായ വണ്ടിയാണ്, സുരക്ഷിതമായ വണ്ടിയാണ്. ഉള്ളിൽ ഒരു തുള്ളി വെള്ളം പോലും അല്ലെങ്കിൽ ഒരു തുള്ളി മണ്ണ് പോലും ക്യാബിനുള്ളിലേക്ക് കടക്കാൻ സാധ്യതയില്ല എന്നവർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റെസ്ക്യൂ എത്രയും പെട്ടെന്ന് നടന്നു കഴിഞ്ഞാൽ അർജുന് രക്ഷപ്പെടാനാവും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ. അർജുൻ്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഇന്ന്
രാവിലെ വരെ റിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഞ്ചിന് തകരാറും ആ വണ്ടിയുടെ എഞ്ചിന് തകരാറൊന്നും ഇല്ല എന്നുള്ളതാണ് ഭാരത് ബെൻസ് നൽകുന്ന റിപ്പോർട്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഇവർക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്.